കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ സിപിഐഎമ്മിനെ കുരുക്കി ഇഡി കുറ്റപത്രം. AC മൊയ്തീൻ, MM വർഗീസ്, K രാധാകൃഷ്ണൻ ഉൾപ്പെടെ മുതിർന്ന നേതാക്കളെ പ്രതിയാക്കിയാണ് ഇഡിയുടെ കുറ്റപത്രം. അന്തിമ കുറ്റപത്രത്തിൽ CPIM പാർട്ടിയെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാങ്ക് തട്ടിപ്പിൽ പ്രതിചേർത്ത ഇഡി നടപടി രാഷ്ട്രീയ ഇടപെടലിന്റെ ഭാഗമാണെന്ന് K രാധാകൃഷ്ണൻ MP 24-നോട് പറഞ്ഞു. പാർട്ടിയെ തകർക്കുക എന്നതാണ് ലക്ഷ്യം. പാർട്ടിയുമായി ആലോചിച്ച് കൂടുതൽ നടപടികൾ തീരുമാനിക്കുമെന്നും K രാധാകൃഷ്ണൻ പറഞ്ഞു. ഇത് സ്വാഭാവികമായിട്ടും ഇ ഡിയുടെ ഒരു രാഷ്ട്രീയ ഇടപെടൽ തന്നെയാണ്. ഇ ഡിയുടെ രാഷ്ട്രീയ ഇടപെടലിന് ഭരണകൂടത്തിൻ്റെ ശരിയായ ഒരു ഇടപെടലാണ്. തങ്ങൾക്കെതിരായി നിൽക്കുന്ന ആളുകളെ എങ്ങനെയെങ്കിലും കള്ളക്കേസിൽപ്പെടുത്തുക, അതിന് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. പ്രതികൾക്ക് അന്യായമായി വായ്പ സമ്പാദിച്ച് നൽകി ബാങ്കിനെ ചതിക്കാൻ സഹായം ചെയ്തു കൊടുത്തു എന്നാണ് CPIMനെതിരായ കേസ്. മുൻമന്ത്രി AC മൊയ്തീൻ ബാങ്ക് വഴി കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് കൂട്ടുനിന്നുവെന്നും ഇഡിയുടെ കുറ്റപത്രത്തിലുണ്ട്. S ശ്രീകാന്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, ഇപ്പോൾ കുറ്റപത്രത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു. ഈ പ്രതിപട്ടികയിൽ ചേർക്കപ്പെട്ടവരുടെ ഈ കേസുമായി ബന്ധപ്പെട്ട പങ്കാളിത്തം എങ്ങനെ എന്നതുകൂടി കൂടുതൽ വ്യക്തമാവുന്നുണ്ട്. എന്താണ് ഈ കുറ്റപത്രത്തിൽ ആ ഭാഗത്തിന്റെ ഉള്ളടക്കം, ശ്രീകാന്ത്? ആകെ ഈ അന്തിമ കുറ്റപത്രത്തിൽ പുതുതായി 27 പ്രതികളെയാണ് കൂട്ടിച്ചേർത്തിട്ടുള്ളത്. അങ്ങനെ 83 പ്രതികൾ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രതിപ്പട്ടികയിലേക്ക് വരികയാണ്. അതിൽ CPIMന്റെ 8 നേതാക്കൾ ഇതിൽ പ്രതികളായി വരുന്നുണ്ട്. A64 64-ാം പ്രതിയായി മധു അമ്പലപുരം വടക്കാഞ്ചേരി കൗൺസിലറാണ്. അതോടൊപ്പം തന്നെ 67-ാം പ്രതിയായി മുൻമന്ത്രി AC മൊയ്തീൻ വരുന്നുണ്ട്. 68-ാം പ്രതിയായി CPIM തന്നെ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു രാഷ്ട്രീയ പാർട്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള കേസിൽ ഉൾപ്പെടുന്നു, പ്രതിപട്ടികയിൽ ഉൾപ്പെടുന്നു എന്നുള്ളത് ഏറ്റവും സുപ്രധാനമായ കേസ് എന്ന് തന്നെ പറയാം. 69-ാം പ്രതിയായി MM വർഗീസ് വരുന്നു. 70-ാം പ്രതിയായി K രാധാകൃഷ്ണൻ MP വരുന്നു. 71-ാം പ്രതിയായി പുറത്തുശ്ശേരി നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി AR പീതാംബരൻ വരുന്നുണ്ട്. MB രാജു പുറത്തുശ്ശേരി സൗത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി 72-ാം പ്രതിയായി ഉൾപ്പെടുന്നു. 73-ാം പ്രതിയായി KC പ്രേമരാജൻ ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും ഈ ഒരു കുറ്റകൃത്യത്തിൽ ഇടം പിടിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ഇതിൽ ഇവരുടെ ഓരോരുത്തരുടെയും ഇടപെടൽ എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ CPIM കരുവന്നൂർ സഹകരണ ബാങ്കിന്റെ നടത്തിപ്പിൽ ഇടപെട്ടു എന്നുള്ളതാണ് പറയുന്നത്. പ്രതികൾക്ക് അന്യായമായി ലോൺ സമ്പാദിച്ച് ബാങ്കിനെ ചതി ചെയ്യാൻ സഹായം ചെയ്തു നൽകി. പ്രതികൾ തട്ടിപ്പിലൂടെ സമ്പാദിച്ച പണത്തിന്റെ പങ്കുപറ്റി എന്ന് പറയുന്നു. പണം കറപുരളാത്തതാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഭാവിയിൽ ഉപയോഗിക്കണമെന്ന ഉദ്ദേശത്തോടെ കൈവശം വെച്ചു. ഇതുപയോഗിച്ച് വസ്തുവകകൾ വാങ്ങി എന്നീ കാര്യങ്ങളും CPIMനെതിരെ പറയുന്നുണ്ട്. 2016-18 കാലഘട്ടത്തിൽ തൃശൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കെ പ്രതികൾക്ക് അനധികൃതമായി ലോൺ തരപ്പെടുത്തുന്നതിന് K രാധാകൃഷ്ണൻ ഇടപെട്ടു. മുൻമന്ത്രി AC മൊയ്തീൻ കരുവന്നൂർ സഹകരണ ബാങ്ക് വഴി കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് കൂട്ടുനിന്നു എന്ന ഗൗരവതരമായ ആരോപണമാണ് കുറ്റപത്രത്തിൽ ഉള്ളത്. റോഷൻ നാരായണൻ, വർഗീസ് MS എന്നിവരെയാണ് ഈ കള്ളപ്പണം വെളുപ്പിക്കലിന് ഈ AC മൊയ്തീൻ മുൻമന്ത്രി സഹായിച്ചത് എന്നാണ് പറയുന്നത്. അനധികൃതമായി വായ്പ അനുവദിക്കുന്നതിനെ പറ്റി മുൻ ജില്ലാ സെക്രട്ടറി MM വർഗീസിന് അറിയാമായിരുന്നു എന്നുകൂടി ഈ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. അതായത് CPIM ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ 1 വർഷത്തിനപ്പുറം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ കനത്ത പ്രതിരോധത്തിലായിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ശ്രീകാന്ത്, ഇതിന്റെ അന്വേഷണ ഘട്ടത്തിൽ വളരെ ഗുരുതരമായ ആക്ഷേപങ്ങൾ, വളരെ ഗൗരവ സ്വഭാവത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ പാർട്ടിക്ക് മേൽ, ഈ മുതിർന്ന നേതാക്കൾക്ക് മേലൊക്കെ ഉയർന്നു വരുന്നതും അതിന്റെ ഭാഗമായി ഇഡിയുടെ നീക്കങ്ങൾ ഉണ്ടാകുന്നതുമൊക്കെ നമ്മൾ കണ്ടു. പാർട്ടിയുടെ അക്കൗണ്ടിൽ ഇഡിയുടെ പിടിവീഴുന്നത് ഒരു ഘട്ടത്തിൽ കണ്ടു. അതുപോലെ മുതിർന്ന നേതാക്കളുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പങ്കാളിത്തം അന്വേഷണ സംഘം വിശദീകരിക്കുന്നത് കണ്ടു. അതിൽ തന്നെ ഈ പണം സമാഹരിച്ചതിലും വായ്പ നൽകിയതിലും ഈ പാർട്ടിക്ക് മാത്രമായി രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടാക്കി, അങ്ങനെ വളരെ ഗുരുതര സ്വഭാവത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു കേട്ടിരുന്നു. അതിനൊക്കെ കൃത്യമായ തെളിവുകളുണ്ട് എന്ന അവകാശവാദം ഇഡിയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. ഈ മുതിർന്ന നേതാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഇഡിയുടെ നീക്കം, അതിനെ രാഷ്ട്രീയ വേട്ട എന്നാണ് CPIM ഇപ്പോൾ വിശദീകരിക്കുന്നത്. അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രതിരോധം, പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ, ഇനി വരാൻ പോകുന്ന നിർണായക തെരഞ്ഞെടുപ്പുകളാണ്, അതിനിടയിലുള്ള ഇഡിയുടെ ഈ നീക്കത്തെ ഏത് തരത്തിൽ പാർട്ടി പ്രതിരോധിക്കും, ശ്രീകാന്ത്? CPIMനെ സംബന്ധിച്ചിടത്തോളം അവർ ചെന്നുപെട്ടിരിക്കുന്നത് സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധിയിലാണ്. കാരണം
ഒരു പാർട്ടി ഒരുപക്ഷെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണ ചരിത്രത്തിൽ, അവരുടെ കേസുകളുടെ ചരിത്രത്തിൽ കേരളത്തിൽ മറ്റ് സ്ഥലങ്ങളിലെ കാര്യം അത്ര വിശദമായി അറിയില്ല എങ്കിലും ഈ നാഷണൽ ഹെറാൾഡ് കേസിൽ പോലും ഒരുപക്ഷെ കോൺഗ്രസ് പ്രതിപ്പട്ടികയിൽ ഇല്ല എന്നുള്ളതാണ് എന്റെ ഒരു ഓർമ്മ. അങ്ങനെയെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഈ കള്ളപ്പണം വെളുപ്പിക്കൽ തട്ടിപ്പ് കേസുകളുമായി ബന്ധപ്പെട്ട് പ്രതിപ്പട്ടികയിലേക്ക് എത്തുന്നു എന്നുള്ളത് അത് ഒരു നടാടെയുള്ള സംഭവമാണ്. CPIM-നെ സംബന്ധിച്ചിടത്തോളം അതവർ പ്രതിരോധിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമായിരിക്കും. രണ്ടാമത്തേത്, വളരെ വലിയ പ്രതിച്ഛായയുള്ള നേതാക്കന്മാരാണ് കെ രാധാകൃഷ്ണനെ പോലെയുള്ളവർ. അദ്ദേഹത്തിനെതിരെ അടക്കം പറയുന്നത് ഈ വ്യാജ വായ്പ, അതായത് അനധികൃതമായി വായ്പ തരപ്പെടുത്തുന്ന കാര്യം, അതിനുവേണ്ടി അദ്ദേഹം ഇടപെട്ടു ജില്ലാ സെക്രട്ടറി ആയിരിക്കെ, അത് വർഷം സഹിതമാണ് പറയുന്നത്. അത് പ്രതിരോധിക്കാൻ CPIM നന്നേ ബുദ്ധിമുട്ടേണ്ടി വരും. പക്ഷേ ഏറ്റവും ഒടുവിൽ നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് ജനങ്ങൾക്കിടയിൽ ഇത് ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി പാർട്ടി നീക്കം നടത്തും എന്നുള്ളതാണ്. ഒരുപക്ഷെ വീട് കയറി ഇറങ്ങിയുള്ള പ്രചാരണമോ അല്ലെങ്കിൽ തത്തുല്യമായ രാഷ്ട്രീയ പ്രചാരണം ഇക്കാര്യത്തിൽ പാർട്ടിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. കാരണം കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് എന്നത് തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPIM-ന് വലിയ തലവേദന സൃഷ്ടിച്ച വിഷയം തന്നെയാണ്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി വരാൻ പോകുന്ന പശ്ചാത്തലത്തിൽ വീണ്ടും ചർച്ചയാകുന്നത് CPM ഒരു കാരണവശാലും അനുവദിക്കാനും സാധ്യതയില്ല. നിലവിലിപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ ഈ കോഴ ആരോപണം കൂടി ഉയർന്ന ഒരു പശ്ചാത്തലത്തിൽ അതുകൂടി ഉയർത്തിക്കാട്ടിയാകും ഒരു പക്ഷേ CPIM പ്രതിരോധം തീർക്കാൻ പോകുന്നത്. പാർട്ടി തന്നെ പ്രതിപ്പട്ടികയിലേക്ക് വരികയാണ്. ശ്രീകാന്ത് തുടരുന്നത്. ശ്രീകാന്ത്, നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ED-യുടെ നീക്കങ്ങളിൽ നമ്മൾ കേട്ടിരുന്ന മറ്റു ചില പേരുകൾ കൂടിയുണ്ട്. അത് MK കണ്ണന്റേതും ബിജുവിന്റേതും ഒക്കെ ആയിരുന്നു. കുറ്റപത്രം സമർപ്പിക്കുന്ന ഘട്ടത്തിൽ അവരൊന്നും പ്രതിപ്പട്ടികയിലേക്ക് വരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ശ്രീകാന്ത്, തീർച്ചയായും നേരത്തെ MK കണ്ണനെ വിളിച്ചു വരുത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവരുടെ ഓഫീസിൽ വെച്ച് പലതവണ ചോദ്യം ചെയ്തിരുന്നു. ഒപ്പം തന്നെ PK ബിജു ഈ കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിന് വിധേയനായ വ്യക്തി കൂടിയാണ്. പക്ഷേ ഈ രണ്ടുപേരും പ്രതിപ്പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അവരെ ഒഴിവാക്കിയിട്ടുണ്ട്. ഈ രണ്ടുപേരൊഴികെ ഇതിൽ ആരോപണ വിധേയരായിരുന്ന, ചോദ്യം ചെയ്യലിന് വിധേയരായ CPIM-ന്റെ മുതിർന്ന നേതാക്കൾ, അതോടൊപ്പം തന്നെ പ്രാദേശിക തലത്തിലുള്ള നേതാക്കൾ എല്ലാവരും തന്നെ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ രണ്ട് പേരുകൾ നീക്കം ചെയ്തിട്ടുമുണ്ട്. അത് ഏത് കാരണത്താലാണ് എന്നുള്ളത് ഇനി ഒരുപക്ഷെ വഴിയെ അറിയാൻ സാധിക്കും. തൽക്കാലം അവർ രണ്ടുപേരും പ്രതിപ്പട്ടികയിലില്ല. ശ്രീകാന്ത്, ഈ ഒരു പേരിൽ തന്നെ പലതരത്തിൽ വായ്പകൾ കൊടുത്തു എന്നതടക്കമുള്ള ആക്ഷേപങ്ങളൊക്കെ ഉയർന്നു കേട്ടു. പാർട്ടിക്ക് ഇത് നൽകുന്നതുമായി, വായ്പ നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഈ ബാങ്കിനകത്ത് തന്നെ ഒരു സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട്, അവരാണ് ഇതൊക്കെ മേൽനോട്ടം വഹിച്ചത് എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു കേട്ടു. അങ്ങനെ പലതരത്തിലുള്ള ഇതിലെ പാർട്ടിയുടെയും നേതാക്കളുടെയും പങ്കുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള കാര്യങ്ങളാണ് കേട്ടത്. അതിലൊക്കെ ഒരു ഏത് തരത്തിൽ തെളിവുകൾ സമാഹരിക്കുന്നു എന്ന സൂചന ഈ കുറ്റപത്രത്തിൽ ഉണ്ടാവുന്നുണ്ടോ ശ്രീകാന്ത്? തീർച്ചയായും തങ്ങൾ ഇതുവരെയും ശേഖരിച്ചിട്ടുള്ള തെളിവുകൾ, അത് രേഖകൾ, അതോടൊപ്പം തന്നെ സാക്ഷിമൊഴികൾ ഉൾപ്പെടെയുള്ളവ ഉൾപ്പെടുത്തിയാണ് കുറ്റപത്രം നൽകിയിരിക്കുന്നത് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ നിന്നും കിട്ടുന്ന വിവരം. തങ്ങൾ അന്വേഷിച്ചതിൽ നിന്നും കിട്ടിയ വിശദാംശങ്ങൾ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സഹായകരമാണെന്ന് ED അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ പല രേഖകളും പല തെളിവുകളും ഈ കുറ്റപത്രത്തിനൊപ്പം തന്നെ കോടതി മുമ്പാകെ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇപ്പോൾ റീജിത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ അനധികൃതമായി വായ്പ തരപ്പെടുത്താൻ സഹായം ചെയ്തു നൽകി എന്നുള്ളതാണ് നേതാക്കൾക്കെതിരെ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ വായ്പ അനധികൃതമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത് ചെയ്തത്. അത് പാർട്ടിക്ക് വളഞ്ഞ വഴിയിലൂടെ അനധികൃതമായി തന്നെ പാർട്ടിക്ക് പണം സമ്പാദിക്കാനുള്ള ഉപാധിയായി ഇതിനെ നേതാക്കൾ കണ്ടു എന്നുള്ളതാണ് കെ രാധാകൃഷ്ണനും അതോടൊപ്പം MM വർഗീസിനും എതിരായി ഉയർന്നിട്ടുള്ള ആരോപണം. ഈ മധു അമ്പലപുരത്തിനും സമാനമായ ആരോപണമാണ് ഉയർന്നിട്ടുള്ളത്. പക്ഷേ AC മൊയ്തീനെതിരെ ഉയർന്നിട്ടുള്ളത് കുറച്ചുകൂടി ഗൗരവതരമായ പ്രശ്നമാണ്. കാരണം കള്ളപ്പണം വെളുപ്പിക്കാൻ റോഷൻ നാരായണൻ, വർഗീസ് MS എന്നീ രണ്ടുപേരെ സഹായിച്ചു എന്നുള്ളതാണ് ഈ AC മൊയ്തീൻ മുൻ മന്ത്രിക്കെതിരെ ഉയർന്നിട്ടുള്ള ആക്ഷേപം. അത് വേറൊരു രീതിയിലാണ് അതിനെ കാണേണ്ടത്. അത് എന്തായാലും ഈ കേസ് മൊത്തത്തിൽ PMLA വകുപ്പ് ഉൾപ്പെടുത്തിയ കേസാണ്. പക്ഷേ AC മൊയ്തീനെതിരെയുള്ള കുറ്റമാണ് കുറച്ചുകൂടി ഗൗരവതരം എന്ന് പറയേണ്ടി വരും. മറ്റുള്ളവർ അറിഞ്ഞുകൊണ്ട് കുറ്റകൃത്യം ചെയ്യാൻ കൂട്ടുനിന്നു, സമ്മർദ്ദം ചെലുത്തി തുടങ്ങിയ കാര്യങ്ങളാണ്. അതായത് വായ്പ നൽകാൻ സമ്മർദ്ദം ചെലുത്തി എന്നുള്ളതാണ് പറയുന്നത്. ആ വായ്പയിലൂടെ കിട്ടിയ പണം ഉപയോഗിച്ച് പാർട്ടിക്ക് വേണ്ടി വസ്തുവകകൾ അടക്കം വാങ്ങി എന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. ഇതിന്റെ രേഖകൾ സഹിതമാണ് നിലവിലിപ്പോൾ
കോടതി മുമ്പാകെ സമർപ്പിച്ചിട്ടുള്ളത്. ശ്രീകാന്ത്, മറ്റൊന്ന് കേട്ടത് ഈ പാർട്ടിയുടെ തന്നെ മറ്റ് ചില പ്രാദേശിക ഘടകങ്ങൾക്ക് അവിടെയുള്ള അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട വിവാദങ്ങളായിരുന്നല്ലോ. അതിനെയൊക്കെ സൂചിപ്പിച്ചു പോകുന്നുണ്ടോ കുറ്റപത്രം, ശ്രീകാന്ത്? തീർച്ചയായും അത് ഈ പ്രാദേശിക നേതാക്കൾ ഈ വായ്പ എടുക്കാൻ സഹായിച്ചതും വസ്തുവകകൾ വാങ്ങിയതുമായി ബന്ധപ്പെട്ട കാര്യമാണ് നേരത്തെ ഉണ്ടായിരുന്നത്. അത് CPM-ഉമായി ബന്ധപ്പെട്ട് ഇക്കാര്യത്തിൽ എം വർഗീസിനെ ചോദ്യം ചെയ്തപ്പോൾ അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഈ വസ്തുവകകൾ വാങ്ങിയതുമായി ബന്ധപ്പെട്ട് നേതൃത്വത്തിന് നേരിട്ട് അക്കാര്യത്തിൽ CPM-നോ മറ്റോ നേരിട്ട് പങ്കൊന്നും തന്നെയില്ല, അത് പ്രാദേശിക തലത്തിൽ വാങ്ങിയതാണ് എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. പക്ഷെ അത് അങ്ങനെയല്ല, നേരെ മറിച്ച് നേതൃത്വം കൂടി അറിഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ ഇല്ലീഗലായി നിയമപരമല്ലാതെ വായ്പ എടുത്ത് ആ പണം കൊണ്ടാണ് പ്രാദേശിക നേതാക്കളെ കൊണ്ട് ഈ വസ്തുവകകൾ വാങ്ങിപ്പിച്ചത് എന്നുള്ള കാര്യമാണ് ED ആരോപിക്കുന്നത്. അതിനാൽ തന്നെ പ്രാദേശിക ഘടകങ്ങൾക്ക്, അത് സൗത്ത് LC, അതോടെ പുറത്തുശ്ശേരി സൗത്ത് LC, പുറത്തുശ്ശേരി നോർത്ത് LC, ഇരിങ്ങാലിക്കുട ഏരിയ കമ്മിറ്റി ഉൾപ്പെടെയുള്ളവർക്കെതിരെ, അവിടുത്തെ സെക്രട്ടറിമാർക്കെതിരെയാണ് ഈ ആക്ഷേപം ഉയർന്നിട്ടുള്ളത്. ശരി, അന്തിമ കുറ്റപത്രത്തിൽ 27 പേർ കൂടിയാണ് പ്രതിപ്പട്ടികയിലേക്ക് വരുന്നത്. അതിൽ CPIM 68ാം പ്രതിയായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. മറ്റൊന്ന് നമ്മൾ നേരത്തെ ഉയർന്നു കേട്ട CPIM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ പ്രതിപ്പട്ടികയിലേക്ക് വരികയാണ്. CPIM-നെ കുരുക്കിക്കൊണ്ടാണ് ED-യുടെ കുറ്റപത്രം കോടതിക്ക് മുമ്പിലേക്ക് എത്തുന്നത്. AC മൊയ്തീൻ പ്രതിപ്പട്ടികയിൽ ഇടം പിടിക്കുന്നു, M വർഗീസ് പ്രതിപ്പട്ടികയിൽ ഇടം പിടിക്കുന്നു, K രാധാകൃഷ്ണൻ പ്രതിപ്പട്ടികയിൽ ഇടം പിടിക്കുന്നു. 3 പഴയ ജില്ലാ സെക്രട്ടറിമാർ ഈ കുറ്റപത്രത്തിന്റെ ഭാഗമാകുന്നു പ്രതി എന്ന നിലയിൽ. മുതിർന്ന നേതാക്കൾ, അതുപോലെ ചില പ്രാദേശിക നേതാക്കൾ ഈ പ്രതിപട്ടികയിലേക്ക് വരികയാണ്. അന്തിമ കുറ്റപത്രത്തിൽ CPIM പാർട്ടിയെ തന്നെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ED-യുടെ നിർണായക നീക്കം ഉണ്ടാവുന്നത്.